നമ്മളങ്ങനെ കാഴ്ചകൾ തേടി വന്ന് എത്തി നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ തമിഴ്നാടിൻ്റെ വനമേഖലയിലുള്ള ഒരു മുളങ്കാടിന് നടുവിലാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ കാഴ്ച എന്നുള്ളതല്ലേ, അതൊരു മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച പരിചയപ്പെടുത്താനും പറഞ്ഞു തരാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ സുരേഷ് ചേട്ടനുണ്ട്. സുരേഷ് ചേട്ടാ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോൾ തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള അരുവിക്കുഴി വാട്ടർഫാളിലേക്കാണ്. അപ്പോൾ അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് തമിഴ്നാട് വനമേഖലയിലൂടെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മലയുടെ അറ്റത്തെത്തി നിൽക്കുകയാണ്. ഇതിന് താഴ്വശത്തേക്കുള്ള കാഴ്ചകളാണ്. അങ്ങോട്ട് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകൾ. അവിടെയാണ് ഏതാണ്ട് ഒരു 600-700 അടി താഴ്ചയിലേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്ന അരുവിക്കുഴി വാട്ടർഫാൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പച്ചപ്പിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു നെറുകയിൽ നിന്ന് താഴേക്ക് ഒഴുകി തല്ലി പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളം ഇപ്പോൾ അല്പം കുറവാണെങ്കിലും അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. മറ്റൊരു ഭാഗത്തേക്ക് മലനിരകൾ കാണപ്പെടുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള തേക്കടി അടക്കമുള്ള പ്രദേശങ്ങളാണ്. അവിടെ നിന്ന് ആ മലനിരകൾ ഇങ്ങനെ പച്ചപ്പിൽ നിറഞ്ഞു നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നത് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനിരകൾ, അതിനപ്പുറത്തേക്ക് മേഘമല ഒക്കെ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഒപ്പം തമിഴ്നാടിൻ്റെ വിദൂര ദൃശ്യങ്ങൾ, ഇങ്ങനെ പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷിപ്പാടങ്ങളെല്ലാം അതിമനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അരുവിക്കുഴി വാട്ടർഫാൾസിൻ്റെ ഇവിടെ നിന്നിട്ടുള്ള വിദൂര ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടല്ലേ സുരേഷ് ചേട്ടാ? അതെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് കാണാൻ പറ്റും. അപ്പം ഈ ദൂരക്കാഴ്ച കൂടാതെ ഈ വെള്ളച്ചാട്ടം അടുത്ത് നിന്നുകൂടി നമ്മൾ ആസ്വദിക്കാൻ പോവുക. നമ്മളിപ്പോൾ വന്നേക്കുന്നത് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക്. അരുവിക്കുഴി വെള്ളച്ചാട്ടം അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അരുവിക്കുഴി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയാണ്. ഈ DTPCD ആണ്. DTPCയുടെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട്. ഒരു ചെറിയ എൻട്രി ഫീസ് ഇവിടെ ഉണ്ട്. DTPCയുടെ ഇവിടുത്തെ ആളാണ്. അരുൺ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആകർഷണീയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളച്ചാട്ടമാണ്. പിന്നെ ഗൂഡല്ലൂര്, കമ്പം, ചിന്നമന്നൂര് ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. കുമളി തൊട്ടുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു പ്രദേശമാണ്. ഏതായാലും ആ കാഴ്ചകളിലേക്ക് നമുക്കങ്ങ് പോകാം. ഒത്തിരി സഞ്ചാരികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ആ കാഴ്ചയുടെ അവരുടെ ആ അനുഭവം ഒക്കെ നമുക്ക് ചോദിക്കാം. അത് ഒക്കെ ആ കാഴ്ചകളിലേക്കും കൂടെ പോകാം. അപ്പോൾ ഇതാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഈ വെള്ളച്ചാട്ടം കണ്ടത്. അതിലേക്ക് ഇറങ്ങി DTPC സെൻറ്ററിൽ വന്ന് ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്. ഈ വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം പതിക്കുന്നതിൻ്റെ ഒരു വലിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാലും താഴേക്കുള്ള ആ ഒരു മനോഹരമായ വ്യൂ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. വലിയ ആഴത്തിലാണ്, ഏതാണ്ട് ഒരു 500-1000 അടി ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് ഒരു 3000 അടിയിലധികം ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുള്ള തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ അരുവിക്കുഴി വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രം കൂടിയാണ്. ഇവിടുന്ന് കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. വന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. കുഴപ്പമില്ല. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുന്നത്. അടിപൊളിയാണ്, കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. ഓണം ആഘോഷിക്കാൻ വന്നാണ്? അതെ. ഇതൊരു കണ്ണാടിയൊക്കെ വെച്ച് ചേട്ടൻ അടിപൊളിയായിട്ട് ഇതിൽ പോകുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ്? എക്സ്പീരിയൻസ് കൊള്ളാം ചേട്ടാ, മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വെള്ളം കുറച്ച് കുറവാന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു തമിഴ്നാട് സെറ്റപ്പാണ്, അടിപൊളിയാണ്. നമുക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടാൽ. പിന്നെ നമ്മളെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പിന്നെ കുഞ്ഞിലാണ്ട് വന്നിട്ടുണ്ട്, ഇപ്പോൾ വരുന്ന ഫസ്റ്റ് ടൈം, കുറേ നാൾ കൂടി. അപ്പോൾ ഈ അരുവിക്കുഴി വ്യൂ പോയിന്റിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികളാണ് എത്തുന്നത്. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ മനോഹരമായി തന്നെ എപ്പോഴും ഉണ്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.